ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന ചില പെൺകുട്ടികളെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ആൺകുട്ടികളെ ഡ്രഗ് പെഡ്ലേഴ്സ് ആക്കി മാറ്റുന്ന ഒരു വലിയ മാഫിയുണ്ട്. ഇതിന് പിന്നിൽ കൺസൾട്ടൻസി നടത്തുന്ന ഏജന്റുമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ പെൺകുട്ടികളെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവർക്ക് ഒരുപാട് പണം കൊടുക്കുകയും എന്നാൽ ഇതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവിടെ എത്തിപ്പെടുമ്പോൾ അവരെല്ലാവരും MDMA അഡിക്റ്റഡ് ആവുകയാണ്. കേരളത്തിലെ പല മാധ്യമങ്ങളും പറയാൻ മടിക്കുന്ന വിഷയങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ഈ യുവാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ആചാര്യ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു വലിയ തട്ടിപ്പുണ്ട്. മലപ്പുറം വാഴക്കാട് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊന്നു. ബാംഗ്ലൂര് മലയാളി വിദ്യാർത്ഥികളെയും അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു ഡ്രഗ് മാഫിയുണ്ട്. ഇദ്ദേഹം ആരാണെന്നോ എവിടെയുള്ളതാണെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നതിൽ ഒരുപാട് വസ്തുതകളുണ്ട്. മറ്റ് നാടുകളിലേക്ക് ബാംഗ്ലൂരിലും എറണാകുളത്തും ചെന്നൈയിലും മുംബൈയിലും ഒക്കെ നമ്മളെ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ ഓരോ അമ്മമാരും അച്ഛന്മാരും എല്ലാം ജസ്റ്റ് ഈ വീഡിയോകളൊന്ന് കണ്ടിരിക്കണം. ഒരുപാട് മാതാപിതാക്കൾക്കാണ് മക്കൾ അന്യമായി പോകുന്നത്. ആറ്റു നോറ്റു ലാളിച്ചു വളർത്തിയ മക്കൾ ജീവിതത്തിൻ്റെ എല്ലാ മക്കൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് മക്കളെ ഏതെങ്കിലും ഒരു നാട്ടിൽ പഠിക്കാൻ വിടുന്നു. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവർ ഏതെങ്കിലും ലഹരി മാഫിയകളിൽപ്പെട്ട് ജീവിതം മുഴുവനും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരൻ വിളിച്ചത്. 18 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം കിങ് ഫിഷറിൻ്റെ ഒരുപാട് ബോട്ടിലുകളുമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് തിരികെ വീട്ടിലേക്ക് മാതാപിതാക്കൾ വിളിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത്, ഇനി നിങ്ങളെന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്നാണ്. നിങ്ങളെല്ലാവരും ഈ യുവാവിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്കൊരു 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഈ യുവാവ് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. എന്റെ വീഡിയോ ആണെന്നാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആരെങ്കിലും ബാംഗ്ലൂർ കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ ഓക്കെ ആണോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഓരോരുത്തർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനും മാക്സിമം ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അരുതായ്മകളിൽ അതിലേറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക.